എല്ലാവർക്കും ബ്ലോഗ്സ് ഓഫ് ലവ് ബൈറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ എമോജികൾ അയക്കാറുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മുഖം എമോജി ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ സ്വന്തം ഫേസ് ഹെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് എഴുതി അയക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു കീബോർഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ബോബിൾ കീബോർഡ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ബോബിൾ കീബോർഡ് ഓപ്പൺ ആവും. അതിൻ്റെ ഇൻട്രോ ഇതാണ്. അപ്പോൾ ഈ ഡയലോഗ് ബോക്സിൽ അക്സെപ്റ്റ് കൊടുക്കുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പറോ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ലോഗിൻ വിത്ത് ഫോൺ നമ്പർ അല്ലെങ്കിൽ വൺ ടാപ്പ് ലോഗിൻ, ഏതെങ്കിലും ഒന്ന് ലോഗിൻ വിത്ത് ഫോൺ നമ്പർ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിൽ കുറച്ച് സമയമാവും. ഇതിനകത്തൊരു പാസ്വേഡ് അവരൊരു OTP അയക്കാം. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ OTP വന്നിട്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പം ശേഷം ആ OTP എൻ്റർ ആകുമ്പോൾ നിങ്ങളുടെ കീബോർഡ് അകത്ത് ഓപ്പൺ ആയിട്ട് പോകും. ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം നിങ്ങൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് പോവുക. അപ്പോൾ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, എനേബിൾ ബോബിൾ കീബോർഡ്. അത് നിങ്ങൾ എനേബിൾ ബോബിൾ കീബോർഡ് എന്ന് പറഞ്ഞ ആ ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ സെറ്റിങ്സിൽ ബോബിൾ കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം. നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് എടുക്കുക. ശേഷം അതിൽ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബോബിൾ കീബോർഡ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബോബിൾ കീബോർഡ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ അടുത്ത രണ്ടാമതായി കേൾക്കുന്നത് സെലക്ട് ഇൻപുട്ട് മെത്തേഡ്, അതും ബോബിൾ കീബോർഡ് തന്നെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയോ വെച്ച് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാമറ ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗാലറി. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ഹെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫിറ്റ് യുവർ ഫേസ് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് നിങ്ങളുടെ ക്യാമറ വെച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതായി ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഗാലറിയിലെ സിമ്പിൾ പ്രസ് ചെയ്ത് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് ആ ഫോട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിൻ്റെ ഫേസ് നിങ്ങൾ കറക്റ്റായിട്ട് വയ്ക്കുക. ശേഷം ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫേസ് ആയിട്ടുണ്ട്. അപ്പോൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതവർ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യും. കുറച്ച് സമയമാകും. ശേഷം അത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വന്ന ആ എമോജി ക്ലിയർ ആയതിനു ശേഷം അവർ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറേ എമോജിയുടെ, ഇതാണ് നിങ്ങളുടെ ഫേസിൻ്റെ ആ എമോജിയുടെ രൂപം. ഇനി നിങ്ങൾക്ക് താഴെ കാണുന്ന ഫേസ്, ഹെയർ, റേസർ, ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്കിതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടാണെങ്കിൽ ഇതവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഫേസ് ഇവിടെ അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. അടുത്ത് ഹെയർ എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഒരുപാട് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ ചെയ്യാം. ശേഷം ഇറേസർ, അതായത് നിങ്ങൾക്ക് മായ്ക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇതാ ഇങ്ങനെ മായ്ക്കാം സൈഡിൽ. അടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ ആ ബാറിന് വലിപ്പം കൂട്ടണമെങ്കിൽ ഇതാ ഇവിടെ ഇത് കൂട്ടി കൊടുക്കുമ്പോൾ വലിപ്പം കൂടും. നിങ്ങൾക്ക് എന്താണോ മായ്ക്കേണ്ടത് അതിനത് കറക്റ്റ്, അതായത് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് കൊടുക്കാനും സാധിക്കും. ശേഷം ആഡ് ചെയ്യേണ്ടതില്ല, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അണ്ടോ കൊടുക്കുക. ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന മുകളിൽ കാണുന്ന ആരോ മാർക്ക് കൊടുക്കുക. അപ്പം നിങ്ങളുടെ എമോജി ബോബിളിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ശേഷം മുകളിലായിട്ട് കാണുന്ന സ്റ്റിക്കർ ഷിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്, അതിൽ സ്റ്റിക്കർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ഹെഡിൻ്റെ ഓപ്ഷൻസ് ഉള്ള നിറയെ നിങ്ങളുടെ ഹെഡ് വെച്ചുള്ള ഇമോജികൾ ഇഷ്ടം പോലെ താഴോട്ട് വരും. അപ്പം നിങ്ങൾക്ക് ജിഫ് എടുത്തു കഴിഞ്ഞാൽ ജിഫിൽ നിങ്ങളുടേതായ, ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആവുന്നതേ ഉള്ളൂ, കുറച്ച് സമയമാകും. അപ്പോൾ നിങ്ങളുടേതായ ജിഫ് ഇമേജും ഇവിടെ വരും. ഇപ്പോൾ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലോഗ്സ് ഓഫ് ലവ് ബൈറ്റ്സ് എന്ന് കൊടുക്കുകയാണ്.
വ്ളോഗ്സ് ഓഫ് ലവ് ബേർഡ്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ വ്ളോഗ്സ് ഓഫ് ലവ് ബേർഡ്സ് എന്ന് എഴുതിയ കുറച്ച് ഇമേജുകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വ്ളോഗ്സ് ഓഫ് ലവ് ബേർഡ്സ് എന്ന് എഴുതിയ കുറച്ച് ഇമേജസ് ഇവിടെ വരും. ഇപ്പോൾ വ്ളോഗ്സ് ഓഫ് ലവ് ബേർഡ്സ് എന്ന് എഴുതിയിട്ടുള്ള ഇമേജുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതേപോലെ ജിഫിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായി ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതൊരു കീബോർഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ എനേബിൾ ആഡ് ടു കീബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ മലയാളം കൂടെ ആഡ് ആവും. തീംസ് നിങ്ങൾ കീബോർഡിൽ ഏത് തീം വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൈ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഇമേജസ് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. അടുത്ത കീബോർഡ് സെറ്റിങ്സ് ആണ് മുകളിലായിട്ട് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാം. അതായത് ഞാനിവിടെ എൻ്റെ ജിഫ് റെഡി ആയിട്ടുണ്ട്. ഇതാണിപ്പോൾ എൻ്റെ ജിഫാണ്. ഇതെല്ലാം ഞാൻ കൊടുത്ത ഫേസിൻ്റെ ജിഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഫേസ് ആഡ് ചെയ്യണമെങ്കിൽ ഹെഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ പ്ലസ് ക്യാമറയുടെ ഇവിടെ പ്ലസ് എടുക്കുന്നിടത്ത് നിങ്ങൾക്ക് പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് വേറെ ഹെഡും ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ സ്വന്തം ഇമോജീസ് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കിടക്കുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ശേഷം ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.